ഒരാളോടൊരു ഇഷ്ടം തോന്നിയാൽ എന്ത് ചെയ്യണം? അത് തുറന്നു പറയണോ? റിജക്ഷൻ ആണ്, നോ ആണ് കേൾക്കേണ്ടി വരുന്നതെങ്കിലും തുറന്നു പറഞ്ഞൊരു ട്രൈ കൊടുക്കുന്നതാണോ നല്ലത്? അതോ അത് ഉള്ളിൽ വെച്ച് വേണ്ട പ്രശ്നമാവൊന്ന് പേടിച്ച് പറയാതിരിക്കുന്നതാണോ നല്ലത്? നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഉത്തരം മനസ്സിൽ തോന്നിക്കാണില്ലേ? എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥ കേട്ട് കഴിയുമ്പോൾ ആദ്യം തോന്നിയത് തന്നെയാണോ ഒടുക്കവും നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ഒന്ന് കമ്പയർ ചെയ്യാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ ലവ് കാൺ ബി സെഡ് എന്ന വളരെ സ്വീറ്റ് ആയ ഒരു സ്റ്റോറിയാണ്. വളരെ ഫീൽ ഗുഡ് ആയ ഈ കഥയിലേക്ക് നമുക്ക് വേഗം തന്നെ കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ടോങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ടോങ് ഒരു യൂണിവേഴ്സിറ്റിയിലെ 4ാം വർഷ വെറ്റിനറി സ്റ്റുഡന്റ് ആണ്. അവൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. കൂട്ടിന് 3 റൂംമേറ്റ്സും ഉണ്ട്. ടോങ്ങിനാകട്ടെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ബിൻ എന്ന പയ്യനോട് വലിയ ക്രഷാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവൾ അവനോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ കത്തുകളായി എഴുതാറുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഈ കത്തുകൾ അവനൊരു പ്രണയലേഖനമായി അവൾ കൊടുക്കാറുണ്ട് എന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. കത്തുകൾ എഴുതുന്നുണ്ട് എന്നല്ലാതെ അതവന് കൊടുക്കാറേയില്ല. അവനെ കണ്ടിരിക്കാനായി കിട്ടുന്ന ഒരു ചാൻസ് പോലും അവള് മിസ്സാക്കില്ല. അവളുടെ ഫേവറേറ്റ് സ്പോട്ട് ലൈബ്രറിയിലെ ഒരു മേശയാണ്. അവിടെ ഇരുന്നാൽ കറക്റ്റ് ബിൻ താമസിക്കുന്ന ഹോസ്റ്റൽ റൂമിലേക്ക് നല്ലൊരു വ്യൂ കിട്ടും. അതുകൊണ്ട് ഫ്രീ ടൈം എപ്പോ കിട്ടിയാലും ലൈബ്രറിയിലേക്ക് നേരെ ചെന്ന് അവിടെ ഇരിക്കലാണ് അവളുടെ മെയിൻ പരിപാടി. അങ്ങനെ ഇവരുടെ ഈ യൂണിവേഴ്സിറ്റിയിലെ പഠനം അവസാനിക്കാനായി വെറും 109 ദിവസങ്ങളേ ഉള്ളൂ. 109 ദിവസങ്ങൾക്ക് ശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും. അങ്ങനെ ഇരിക്കെ ഒരു ആപ്പിളും കടിച്ച് തന്റെ സൈക്കിളും തള്ളിക്കൊണ്ട് അവിടുത്തെ ഗാർഡൻ ഏരിയയിലൂടെ നടന്നു വരികയായിരുന്നു ടോങ്. ആ സമയത്ത് അവൾ അശ്രദ്ധമായി നടന്ന് സൈക്കിളുമായി മറിഞ്ഞു വീഴാനായി ഒരുങ്ങുമ്പോൾ ഭാഗ്യവശാൽ അവിടെ നിന്ന് ബിന്നാണ് അവളെ അതിൽ നിന്ന് രക്ഷിക്കുന്നത്. അവനാകട്ടെ അവളുടെ കയ്യിലിരിക്കുന്ന ആപ്പിൾ കണ്ടപ്പോൾ പെട്ടെന്നൊരു കൊതി വന്ന് അതെടുത്ത് കടിക്കുന്നുണ്ട്. പക്ഷേ ഇവളുടെ ആപ്പിൾ ഇവളോട് ചോദിക്കാതെ കടിച്ചു എന്ന ഒരു തിരിച്ചറിവ് അത് കടിച്ചു കഴിഞ്ഞാണ് അവന് വരുന്നത്. എങ്കിലും പ്രായശ്ചിത്തം എന്ന വണ്ണം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ കയറി അതിലെ ഫ്രൂട്ട് അവൾക്ക് വേണ്ടി പറിച്ചു കൊടുക്കുന്നവൻ ഒപ്പം ഒരു കുറിപ്പ് എഴുതുന്നു. ഇവളാണെങ്കിൽ പെട്ടെന്ന് വർഷങ്ങളായി അവൾ ഇഷ്ടപ്പെടുന്ന ആളിങ്ങനെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ സഹായിച്ചപ്പോ ഒരു അങ്കലാപ്പിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പക്ഷെ ആ സമയം അവിടേക്ക് ഒരു ടീച്ചർ വന്ന് ഇങ്ങനെ മരത്തിൽ കയറി പറിച്ചതിന് അവനെ വഴക്ക് പറയുമ്പോൾ അവനും അവിടെ കൂടുതലൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ പോകുന്നു. പിന്നീട് അവൻ കൊടുത്ത ആ കുറിപ്പ് നോക്കുന്ന അവൾക്ക് അത് വായിച്ചിട്ട് മനസ്സിലാവുന്നേയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ടോങ് ഒരു ചൈനക്കാരിയാണ്. ബിന്നിന്റെ നാടാകട്ടെ തായ്വാനുമാണ്. രണ്ടിടത്തെയും ഭാഷ രണ്ടായതുകൊണ്ട് തന്നെ അവൻ എഴുതി കൊടുത്തത് മനസ്സിലാക്കാത്ത അവളാകട്ടെ ടീച്ചറിന്റെ അടുത്ത് സഹായം ചോദിക്കുന്നു. കുറിപ്പ് കാണുന്ന ടീച്ചർ ഇത് തായ്വാൻ ഭാഷയിൽ താങ്ക് യു എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതെന്റെ ഒരു തായ്വാനീസ് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണെന്ന് അവളും വളരെ സന്തോഷത്തിൽ പറയുന്നു. ആ സമയം ടീച്ചർ അവളോട് ഒരു ഫേവർ ചോദിക്കുന്നു. ടീച്ചറിന് തായ്വാനിലെ ഒരു അഡ്രസ് ഒന്ന് ഡീകോഡ് ചെയ്ത് കൊടുക്കുമോ എന്ന്. അത് ചെയ്യാനായിട്ട് അവളുടെ തായ്വാനിയൻ സുഹൃത്തിനോടൊന്ന് ചോദിക്കാമോ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അങ്ങനെ ടീച്ചറിനോടും പറ്റില്ല, ആ സുഹൃത്തിനെ എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല, ഞാൻ അങ്ങനെ മിണ്ടിയിട്ടില്ല എന്ന് അവൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അത് ഏൽക്കുന്നു. അങ്ങനെ പിന്നീട് ബിന്നിനോട് എങ്ങനെ ഇത് പറയുമെന്നറിയാതെ അവളൊന്ന് കുഴഞ്ഞവന്റെ റൂമിന്റെ അടുത്ത് ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അവൻ അവളെ കാണുകയും അകത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു. അവളാകട്ടെ മടിച്ച് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ ടീച്ചർ പറഞ്ഞ കാര്യം പറഞ്ഞ് ഒരൊറ്റ ഓട്ടാണ്. അവൻ എസ് എന്ന് പറഞ്ഞ് തീരുമ്പോഴേ അവൾ ആ ഗേറ്റിന്റെ അപ്പുറം കടന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നെർവസ് ആണ് അവനോട് സംസാരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ. എന്തായാലും അവനോട് നേരിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്തതിന്റെ ക്ഷീണം അന്ന് അവള് റൂമിൽ വന്ന് കത്ത് എഴുതി തീർക്കുന്നു. അവന് വേണ്ടി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ച് എങ്ങനെ അവനോട് സംസാരിക്കാൻ പറ്റി, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പല കാര്യങ്ങൾ അവൾ ആ കത്തിൽ എഴുതുന്നുണ്ട്. അവൾ ആ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് റൂംമേറ്റ് ആയ ലൂവിന്റെ എൻട്രി. ടോങ് കത്ത് എഴുതുന്ന കാര്യം ലൂ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ടോങ് ആകട്ടെ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത് അവൾ ബിന്നിനായി എഴുതുന്ന 93ാമത്തെ കത്താണ്. പക്ഷെ ഇന്ന് വരെ ഒരൊറ്റ കത്ത് പോലും അവന് കൊടുത്തിട്ടില്ല എന്നത് പരമാർത്ഥം. എപ്പോഴും ഇത് കാണുന്ന ലൂ അവളോട് കുറച്ചുകൂടെ ബോൾഡ് ആവ്, അത് നേരിട്ട് ചെന്ന് പറ കൊടുക്ക് മോട്ടിവേറ്റ് ചെയ്യാറുണ്ടെങ്കിലും പേടിച്ചിട്ട് ടോങ് അതിന് മുതിർന്നിട്ടില്ല. എന്തായാലും അടുത്ത ദിവസം രാവിലെ ടോങ് അവള് കഴിഞ്ഞ ദിവസം എഴുതി വെച്ച ആ 93ാമത്തെ കത്ത് നോക്കുമ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല. അവള് തല പൊകിഞ്ഞ് അവിടെയെല്ലാം അരിച്ചു പറക്കി അന്വേഷിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടെത്തുന്ന ലൂ, നീ എന്തായാലും അവന് കൊടുക്കാനായിട്ട് എഴുതുന്ന കത്തല്ലേ, നീയാണെങ്കിൽ നേരിട്ട് അത് കൊടുക്കത്തുമില്ല, അതുകൊണ്ട് ഞാനത് അവന്റെ ഈ കൊടുത്തു എന്നൊരു ബോംബ് പൊട്ടിക്കുമ്പോൾ ടോങ്ങിന്റെ നല്ല ജീവൻ അങ്ങ് പോകുന്നു. അവള് വെപ്രാളം പിടിച്ച് പുറത്തേക്ക് ഓടുന്നു. അവൾ വേഗം തന്നെ ചെന്ന് എന്തെങ്കിലും ലെറ്റർ കിട്ടിയായിരുന്നോ എന്ന് ബിന്നിനോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വന്നില്ല, എന്റെ റൂംമേറ്റിന് ഒരു ലെറ്റർ കിട്ടി എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നു. ആക്ച്വലി അവന് വന്ന ലെറ്റർ ആണെങ്കിലും അവനത് അവന് വന്നതായി ഭാവിക്കാതെ അവന്റെ റൂംമേറ്റ് ആയ ജോയ്ക്ക് വന്നതുപോലെയാണ് സംസാരിക്കുന്നത്. മനഃപൂർവ്വം കാര്യം മനസ്സിലായിട്ടും അവോയ്ഡ് ചെയ്യുകയാണെന്ന് ഇതോടെ ടോങ്ങിന് തോന്നുന്നു. അവൾക്ക് അത് വളരെ ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവനോട് തന്റെ പ്രണയം പറയോ അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടുമോ നടക്കുന്ന കാര്യമല്ല എന്ന് അവൾക്ക് തോന്നുന്നു. അങ്ങനെ ഇവരുടെ ഗ്രാജുവേഷന് ഇനി വെറും 90 ദിവസങ്ങളെ ബാക്കിയുള്ളൂ.
അങ്ങനെ ഇരിക്കെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡന്റ് ആയ ടോങ്ങിന്റെ അടുത്തേക്ക് പരിക്കേറ്റ് കിട്ടിയ ഒരു പൂച്ചക്കുട്ടിയെയും കൊണ്ട് ബിന്നും ജോയും വരുന്നു. ആ ടീം ബിൻ ഇപ്പൊ ടോങ്ങിനെ പലതവണ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊരു മൂവിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അപ്പൊ അതിന് മറുപടി പറയുന്നില്ല. പിന്നീട് അവൾ ഈ കാര്യം ലൂവിനോട് പറയുമ്പോൾ ഇത് നല്ലൊരു ചാൻസാ, നീ പോകണം, ഗ്രാജുവേഷന് മുന്നെങ്കിലും നിന്റെ ഇഷ്ടം തുറന്ന് പറയണ്ടേന്ന് എരിപിരി കയറ്റി ലൂ അവളെ കൊണ്ട് അവരുടെ കൂടെ സിനിമയ്ക്ക് വിടുന്നു. അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന സമയം ആ തിയേറ്ററിൽ വെച്ച് ലൂവിന്റെ ബോയ് ഫ്രണ്ടിനെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ടോങ് കാണാണ്. ലൂവിനോട് ഇയാൾ എന്തോ ജോലി തിരക്ക് കാരണം അവളെ കാണാൻ വരില്ല എന്നും പറഞ്ഞ് എക്സ്ക്യൂസ് ചെയ്ത കാര്യം ടോങ്ങിനറിയാം. അപ്പൊ ഇതാണ് ഇവന്റെ തിരക്കെന്ന് മനസ്സിലാക്കുന്ന ടോങ് ഇവിടെ നിന്ന് അവർ ഇറങ്ങുമ്പോൾ പിന്തുടരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോയും വീഡിയോയും ടോങ് എടുക്കുന്നത് കാണുന്ന അവർ ടോങ്ങിനോട് വഴക്കുണ്ടാക്കാനായി തുടങ്ങുമ്പോൾ ആദ്യം അത് കണ്ട് പിന്നെ ഇടപെടുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് എത്തുന്ന ജോയും അതിൽ ഇടപെടുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടി ചേർന്ന് അവരെ രണ്ടുപേരെയും റെഡിയാക്കി എടുക്കുന്നു. പക്ഷെ അവിടെ ഒരു സെക്യൂരിറ്റി വരുമ്പോൾ പെട്ടെന്ന് ഇവർ അവിടെ നിന്ന് ഓടുന്നു. ഇതിനെപ്പറ്റി ആദ്യം ലൂവിനോട് പറയണോ? അവൾക്ക് വളരെ വിഷമാവും, അവൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവളെ ചതിച്ചിരിക്കുന്നത്, എങ്ങനെ ഇത് പറയുന്നെല്ലാം ടോങ് ആകെ ടെൻഷൻ ആവുമ്പോൾ എന്തായാലും ഇത് പറഞ്ഞേ പറ്റൂ, ഇങ്ങനെ നിനക്ക് ഈ കാര്യത്തിൽ ഫ്രണ്ടിനെ സഹായിക്കാൻ കഴിയുമെന്ന് പിന്നെ അവളെ എൻകറേജ് ചെയ്തതിനെ തുടർന്ന് അവൾ ആ വീഡിയോ ലൂവിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടി ടോങ്ങിനും ബിന്നിനും ഇടയിൽ നല്ലൊരു കണക്ഷൻ ഫോം ആവുകയാണ്. രണ്ടുപേരും ഒരുപാട് ടൈം കൂടുതലായി സംസാരിച്ചൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അന്ന് ആ ടീച്ചർ ആവശ്യപ്പെട്ട ഡീകോഡ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ടോങ്ങിന്റെ കൂടെ പോകുന്ന ബിൻ ടീച്ചറിനോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ടീച്ചറിന്റെ കോളേജ് കാലഘട്ടത്തിൽ ടീച്ചർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുടെ അഡ്രസ്സാണ് അത് ഇപ്പോ കണ്ടുപിടിക്കാനായി പറ്റുന്നില്ല, സഹായിക്കണമെന്നതാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇവരാകട്ടെ ലഞ്ച് ടൈം ആകുമ്പോൾ ഒന്നിച്ച് ലഞ്ച് കുക്ക് ചെയ്യാനായി പോകുന്നുണ്ട്. നല്ല കുക്കാണല്ലോ എന്ന് അവൾ പാചകം ചെയ്യുന്നത് കണ്ട് ബിൻ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്റെ പേരൻസ് ഡിവോഴ്സ് ആയതിനു ശേഷം എനിക്ക് എന്നെ തന്നെ നോക്കേണ്ട അവസ്ഥയല്ലേ, അങ്ങനെ കുക്കിംഗ് പഠിച്ചാന്ന് അവൾ പറയുന്നു. അങ്ങനെ വീണ്ടും ടീച്ചറിനോട് സംസാരിക്കുമ്പോഴാണ് ടീച്ചർക്ക് കോളേജ് കാലഘട്ടത്തിൽ ഒരാളോട് പ്രണയം ഉണ്ടായിരുന്നെന്നും പക്ഷെ അത് തുറന്നു പറയാൻ ധൈര്യമില്ലാതെ ഉള്ളിൽ വെച്ച് ദിവസങ്ങൾ കടന്നുപോയെന്നും പറയുന്നു. പക്ഷെ അയാളോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അയാളോട് പറയുന്നത് പോലെ അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ എന്ന വണ്ണം കത്തുകൾ എഴുതാറുണ്ടായിരുന്നെന്നും അത് പക്ഷെ കൈമാറാറില്ലായിരുന്നു എന്നും പറയുന്നു. അങ്ങനെ ഇരിക്കെ കുറെ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരു കത്ത് അയാൾക്ക് അയച്ചു. പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അതിനൊരു മറുപടി തനിക്ക് വന്നു. ഒപ്പം ഒരു കാസറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ആ കാസറ്റ് തന്റെ കയ്യിൽ കിട്ടിയപ്പോഴേ ഡാമേജ്ഡ് ആയിരുന്നതുകൊണ്ട് അതിലെ പാട്ട് തനിക്ക് നന്നായി കേൾക്കാൻ കഴിഞ്ഞില്ല. ആ കത്തും നന്നായി വായിക്കാൻ കഴിഞ്ഞില്ല, കാരണം അതും വന്നപ്പോഴേ ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ആ കത്തിന്റെ ഡാമേജ് ആകാത്ത ഒരു ഭാഗത്ത് നിന്നാണ് അഡ്രസ്സിന്റെ കുറച്ച് ഭാഗം കിട്ടിയത്. അതുകൊണ്ടാണ് അത് മനസ്സിലാവാതെ ഡീകോഡ് ചെയ്യാനായി ബിന്നിന്റെ സഹായം ചോദിക്കുന്നത്. നോക്കട്ടെ ടീച്ചറെ, എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാന്നും പറഞ്ഞാണ് അവിടെ നിന്ന് അവർ ഇറങ്ങുന്നത്. തിരിച്ചു പോകും വഴി നമുക്ക് ആ ടീച്ചറിന്റെ ആളാണെന്ന രീതിയിൽ ടീച്ചർക്ക് ഒരു കത്തെഴുതിയാലോ, ടീച്ചർക്ക് അത് സന്തോഷാവും, നമ്മളാണെന്ന് ടീച്ചർ അറിയണ്ടല്ലോ എന്നെല്ലാം ബിൻ പറയുമ്പോൾ വേണ്ട, അത് ശരിയാവില്ല, വെറുതെ ടീച്ചർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കണ്ട, കൂടാതെ നമ്മളാണ് അത് ചെയ്യുന്നതെന്ന് എന്തെങ്കിലും അറിഞ്ഞാൽ അത് മോശാവില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ അവർ ആ ടീച്ചറുടെ സന്തോഷത്തിന് വേണ്ടി ടീച്ചറുടെ ക്രഷ് അയച്ചു കൊടുത്ത ആ കാസറ്റില് പാട്ട് തേടി പിടിച്ച് ഒരെണ്ണം വാങ്ങിക്കൊണ്ടു കൊടുക്കുന്നു. അയച്ചു കൊടുത്തത് കേൾക്കാൻ പറ്റാത്ത പരുവത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ടീച്ചർ ആ പാട്ട് കേട്ട് ഒരുപാട് ഹാപ്പി ആവുന്നു. കാരണം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്കും ഇഷ്ടമായിരിക്കുമല്ലോ, ആ ഒരു ഹാപ്പിനെസ്. അങ്ങനെ പിന്നീട് ഈ കാര്യത്തെ പറ്റി പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കുന്ന സമയം ഈ ടീച്ചറിനെ പോലെയാ ഞാനും, എനിക്കും എന്റെ ഇഷ്ടം ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിനോട് പറയാൻ കഴിയുന്നില്ല എന്ന് ടോങ് പറയുന്നു. ഗ്രാജുവേഷൻ അടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ജോലിക്ക് കയറാനായി ഇപ്പോഴേ ജോലി അന്വേഷിച്ച് നടക്കുകയാണ് ബിൻ. പക്ഷെ ടോങ്ങിന്റെ കാര്യമാണെങ്കിൽ അവൾ ഈ സർജറി ചെയ്യുമ്പോൾ കൈ വിറയ്ക്കുന്നതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അവളൊരു വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിലാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഈ ഒരു ഗ്രാജുവേഷന് മുന്നേ നടക്കുന്ന ഫൈനൽ എക്സാമിന് മാറിയില്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ വീണ്ടും കാത്തിരിക്കേണ്ടി വരുമെന്ന് അവൾ പറയുന്നു. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ദിവസങ്ങൾ കടന്നു പോകെ നല്ലൊരു ജോലി കണ്ടുപിടിക്കാനായി ബിന്നിന് സാധിക്കുന്നു. ടോങ്ങിനും അവളുടെ ആ ഒരു കൈവിറയലിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ സർജറി ചെയ്യാനും കഴിയുന്നു. ഇതിന്റെ ഇടയിൽ പലപ്പോഴും തന്റെ ഇഷ്ടം തുറന്നു പറയാനായി അവൾ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ലൂ ആണെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാണ്, പറ ഇനി വൈകിയാൽ ശരിയാവില്ലെന്നല്ല. അങ്ങനെ ഒടുക്കം രണ്ടും കൽപ്പിച്ച് ടോങ് അവളുടെ ഇഷ്ടം ബിന്നിനോട് തുറന്നു പറയുന്നു. അവന് വേണ്ടി അവൾ എഴുതിയ ഒരു കത്ത് വായിച്ചവൾ അതിൽ വിവരിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഫീൽ ചെയ്ത് പറയുമ്പോൾ അവനാകട്ടെ അത് റിജക്ട് ചെയ്യാണ്. നിന്നെ ഞാൻ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ, അങ്ങനെ തന്നെ മതിയെന്ന് അവൻ പറയുന്നു. കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞ് അധികം നാൾ ഇവിടെ നിൽക്കാൻ അവന് പ്ലാൻ ഇല്ല, തിരിച്ച് തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ഇത് ശരിയാവില്ലെന്നാണ് അവൻ പറയുന്നത്. എന്തായാലും ഇത് കേട്ട് അവൾ ആകെ സങ്കടത്തിലാവുന്നു. അങ്ങനെ ഇവരുടെ ഗ്രാജുവേഷനും അടുക്കുന്നു. പക്ഷെ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒന്നും മറ്റുള്ളവരെ പോലെ ടോങ്ങിനില്ല, കാരണം അവൾ ആകെ സങ്കടത്തിലാണ് ആ റിജക്ഷന്റെ പേരിൽ. ഗ്രാജുവേഷൻ കഴിഞ്ഞും അവൾക്ക് ബിന്നിനെ മറക്കാൻ കഴിയുന്നില്ല. അവൾ അവനെ കാണാനായി ഹോസ്റ്റൽ റൂമിന്റെ അവിടേക്ക് പോകുമ്പോഴേക്കും അവൻ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു എന്ന കാര്യം അറിയുന്നു. അവൾ വേഗം തന്നെ എയർപോർട്ടിലേക്ക് ചെന്ന് അവനെ കാണുന്നുണ്ട്. അവനോട് അപ്പോഴും അവളുടെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ അപ്പോഴും ഒരു റിജക്ഷൻ ആണ് മറുപടി. അങ്ങനെ പിന്നീട് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കും ബിന്നിന്റെ റൂംമേറ്റ് ആയ ജോയും ടോങ്ങിന്റെ റൂംമേറ്റ് ആയ ലൂവും ഇപ്പോ റിലേഷനിലാണ്.
ഇതേ ടീം ടോങ് ആകട്ടെ സ്വന്തമായി ഒരു ആനിമൽ റെസ്ക്യൂ ഓർഗനൈസേഷൻ നടത്തുന്നു. ഒരു ദിവസം ഈ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്നു. അന്ന് അവിടേക്ക് ടോങ് ബിൻ വരുമെന്ന് ടോങ് പ്രതീക്ഷിച്ചെങ്കിലും അവൻ വന്നില്ല. അവളാകട്ടെ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനോട് അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ അതേ സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിവിടെ ബിൻ ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ വളരെ ഫേവറേറ്റ് ആയ ഒരു സ്പോട്ടാണ്. ഇപ്പോൾ അവിടേക്ക് ചെല്ലുന്ന അവൾ അവിടെ രണ്ട് കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, അവൻ വരച്ചിരുന്ന അവളുടെ ഒരു പിക്ചറാണ്. രണ്ടാമത്തേത് ഒരു കത്തും. ആ കത്ത് വായിക്കുന്നവൾക്ക് ഈ പിക്ചർ അവൻ ആദ്യമായി അവളെ കണ്ടപ്പോ അവന്റെ മനസ്സിൽ പതിഞ്ഞതാണെന്നും അത് അവൻ വരച്ചതാണെന്നും മനസ്സിലാവുന്നു. ഇവൾക്ക് അവനോട് ഉണ്ടായിരുന്നത് പോലെ തന്നെ അവനും തിരിച്ച് ടോങ്ങിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവന് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവൻ അവളുടെ ഇഷ്ടം മനസ്സില്ലാ മനസ്സോടെ റിജക്ട് ചെയ്തത്. അവൻ ഇഷ്ടപ്പെടുന്ന ടോങ്ങിനെ അവന്റെ ഈ കാര്യം കൊണ്ട് സങ്കടപ്പെടുത്താനായി അവൻ താല്പര്യപ്പെട്ടില്ല. അവളുടെ ഉള്ളിൽ തനിക്ക് വേണ്ടി കരയുന്ന, തന്റെ അസുഖമോർത്ത് സങ്കടപ്പെടുന്ന അവളുടെ മുഖമല്ല വേണ്ടത്, മറിച്ച് അവൾ ഹാപ്പി ആയിട്ടിരുന്ന നിമിഷങ്ങൾ മതിയെന്ന് ഓർത്താണ് അവൻ അവളെ റിജക്ട് ചെയ്ത് പോയത്. ഇന്ന് ഇവൾ ഈ കത്ത് വായിക്കുമ്പോൾ അവൻ ജീവനോടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നും പക്ഷേ അവന്റെ ഇവിടുത്തെ ദിവസങ്ങൾ ബ്യൂട്ടിഫുൾ ആക്കിയതിന് താങ്ക്സ് എന്നും ആ കത്തിൽ പറയുന്നു. ഈ കത്ത് വായിച്ച് അവൾ ആകെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾക്ക് കിട്ടിയില്ലെങ്കിലും അവൻ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നേ അവൾ ഇതുവരെ കരുതിയിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ണുനീര് നിറഞ്ഞ് കാഴ്ച മങ്ങുന്ന അവളുടെ കണ്ണിൽ അതിലൂടെ പറക്കുന്ന ഒരു മിന്നാമിനിങ് അവൾ ഏറെ ഇഷ്ടപ്പെടുന്ന ബിന്നിന്റെ രൂപത്തിലേക്ക് മാറുന്നതായി കണ്ട് അവൾ ഉള്ളു നിറഞ്ഞ് ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ആലോചിക്കാൻ പോലും വയ്യ, ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ അല്ലേ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.